ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വിവോക്ക് MLT 6th സെമ്മിലെ യൂണിറ്റ് 1ലെ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആസിഡുകളെയും ബേസുകളെയും കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനീഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്യുവർ വാട്ടറിന് നമുക്കറിയാം ന്യൂട്രൽ ആയിട്ടുള്ള pH ആണുള്ളത്. 7 ആണ് അതിൻ്റെ pH. ഇനി ആസിഡ് സൊല്യൂഷൻസിന് അനുസരിച്ച് നമുക്ക് എന്താണ് കൂടുതലായിട്ട് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കാണപ്പെടുന്നത്. നമ്മുടെ വാട്ടറിലേക്കാളും കൂടുതലായിട്ട് എന്താണ് H+ അയോൺസിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നവയാണ് ആസിഡ് സൊല്യൂഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നേരെ തിരിച്ച് നമുക്കൊരു ബേസിക് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടറിനേക്കാളും ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ലോവർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് ബേസിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പിഎച്ചുകളെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹൈഡ്രജൻ അയോണിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആസിഡ് സൊല്യൂഷനുകളും ഹൈഡ്രജൻ അയോണുകളുടെ അളവ് കുറവാണെങ്കിൽ അതെന്താണ് ഒരു ബേസിക് സൊല്യൂഷനും ആണ്. നമുക്ക് ഈ ഒരു pHനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. pH is calculated as the negative log of solutions hydrogen ion concentration. pH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ലോഗ് ഓഫ് സൊല്യൂഷൻസ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു pH കാൽക്കുലേറ്റ് ചെയ്യുന്നത്. pH = -log10 H+ എന്നാണ് നമ്മൾ pHന് ഡെഫിനീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് H+ന് ചുറ്റുമായിട്ട് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷനെയാണ് എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അറിയാം വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത് 7.0 ആണ്. നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡും അതുപോലെ തന്നെ സൈറ്റോസോളിനും and the cytosol inside of the cells have pH values close to neutral. നമുക്ക് ബ്ലഡിനാണെങ്കിൽ അതുപോലെ തന്നെ സൈറ്റോസോളിനാണെങ്കിലും എന്താണ് നമുക്കൊരു pH വാല്യൂ എന്ന് പറയുന്നത് ഒരു ന്യൂട്രലിനോട് അടുത്ത് കിടക്കുന്ന ഒരു pH വാല്യൂ ആണ് രണ്ടിനും ഉള്ളത്. H+ കോൺസെൻട്രേഷൻ ഷിഫ്റ്റ് അവേ ഫ്രം ന്യൂട്രൽ when an acid or base is added to an aqueous solution. H+ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രലിലേക്ക് എത്തുന്നത് എന്താണ് ഒരു aqueous സൊല്യൂഷൻ നമ്മളതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ്, അതായത് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മളതിലോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമുക്കൊരു ന്യൂട്രൽ pH നമുക്ക് സൊല്യൂഷൻസിൽ കിട്ടുന്നത്. ഇനി ആസിഡ് സബ്സ്റ്റൻസസിൽ നമുക്ക് ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹൈഡ്രജൻ അയോൺസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ആസിഡുകൾ ഹൈഡ്രജൻ അയോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നവയുമായിരിക്കും. ഇനി ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് പറയുമ്പോൾ അതിലെന്താണ് pH വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. pH 7നേക്കാളും കൂടുതലായിരിക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഓർ അനദർ അയോൺ ഓർ മോളിക്യൂൾ ദാറ്റ് സ്കൂപ്സ് അപ്പ് ഹൈഡ്രജൻ അയോൺസ് ആൻഡ് റിമൂവ് ഫ്രം ദെയർ സൊല്യൂഷൻസ്. നെക്സ്റ്റ് പറയുന്നത് സ്ട്രോങ്ങർ ദ ആസിഡ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമുക്ക് എന്താണ് അത് വെള്ളത്തിലോട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ H+ അയോൺസും Cl- ആയിട്ടുള്ള അയോൺസ് ആയിട്ട് മാറുന്നത് ക്വിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഡിസോസിയേഷൻ നടക്കുന്ന ആസിഡുകളാണ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടൊമാറ്റോ ജ്യൂസ് അതുപോലെ തന്നെ വിനാഗർ ഇതൊക്കെ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ വാട്ടറിൽ പെട്ടെന്ന് ഇവ ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ എന്തെന്ന് വിളിക്കുന്നത് വീക്ക് ആസിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് സിമിലർലി സ്ട്രോങ് ബേസിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് completely dissociates in water releasing hydroxide ions that can absorb H+. അതുപോലെ നമുക്കിപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ വാട്ടറിൽ എന്ത് ചെയ്യാണ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അവിടെയും എന്താണ് വേഗം തന്നെ ഡിസോസിയേഷൻ നടന്ന Na+ഉം OH- ആയിട്ട് മാറുന്നു. അത് കൂടുതലായിട്ട് H+ അയോൺസിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് pH സ്കെയിലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. pH സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അസിഡിറ്റിയും അതുപോലെ തന്നെ ബേസിറ്റിയും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ pH സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കെയിലിൽ നമുക്ക് pH വാല്യൂസ് ഉണ്ട്.
meaning that a change of 1 pH unit correspond to 10-fold changes in H++ start, subscript plus end, സബ്സ്ക്രിപ്ഷൻ അയോൺ കോൺസെൻട്രേഷൻ. നമ്മൾ ഒരു ലോഗരിതമിക് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ആസിഡ്സിനെ അതുപോലെ തന്നെ ബേസിസിനെ പറയാം. നമ്മൾ പി എച്ച് എന്ന് പറഞ്ഞപ്പോൾ ലോഗ് 10- എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലോഗരിതമിക് ആക്ടിവിറ്റീനെ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പി എച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പി എച്ച് സ്കെയിലിൽ നമുക്ക് എന്താണ് 0 to 14 ആൻഡ് മോസ്റ്റ് സൊല്യൂഷൻസ് ടു ഫോൾ വിത്തിൻ this range, although it's possible to get a pH below 0 or above 14. Anything below 7.0 is acidic and anything above 7.0 is alkaline or basic. നമുക്കൊരു pH സ്കെയിലിൽ 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് ഉണ്ട്. അതിൽ 7 ആണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഈ 7 താഴേക്ക് പോകും തോറും എന്താണ് അസിഡിസിറ്റി കൂടുതലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഈ 7-നേക്കാളും കൂടുതലായിട്ട്, അതായത് 14 വരെ എത്തുമ്പോഴത്തേക്കും എന്താണ് ആൽക്കലൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം കൂടുതലാണ് വരുന്നത്. അതിൻ്റെ താഴെ നമുക്കൊരു pH സ്കെയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ pH സ്കെയിലിൽ നമുക്ക് എന്താണ് പലതരത്തിലുള്ള കളേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ പറയാറുണ്ട്. ലിറ്റ്മസ് പേപ്പറിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ലിറ്റ്മസ് പേപ്പർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, അതുപോലെ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. നമുക്ക് അസിഡിസിറ്റീനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ബ്ലൂ എന്ന് പറയുമ്പോൾ അത് ആൽക്കലിനിറ്റിയാണ് കാണിക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് എക്സാമ്പിൾസ് ഓഫ് പി എച്ച് കണ്ടീഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന് pH 2 ആണ് വരുന്നത്. ടൊമാറ്റോയ്ക്ക് pH 4, അതുപോലെ ഹ്യൂമൻ യൂറിന് pH 5, പ്യുവർ വാട്ടർ 7 ആണ് pH വരുന്നത്. ഹ്യൂമൻ ബ്ലഡ് 7.0, ഹാൻഡ് സോപ്പ് pH 10, ഹൗസ് ഹോൾഡ് ബ്ലീച്ച് വരുന്നത് pH 12 ആണ് വരുന്നത്. ഇനി നമ്മുടെ നമ്മുടെ ഹ്യൂമൻ സെല്ലിന് ഉള്ളിലുള്ള pH എന്ന് പറയുന്നത് 6.8 ആണ്. ബ്ലഡിന് pH 7.4 ആണ്. ആർ ബോത്ത് വെരി ക്ലോസ് ടു ന്യൂട്രൽ. ഇത് രണ്ടും എന്താണ് ഒരു ന്യൂട്രൽ pHനോട് അടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. എക്സ്ട്രീം pH വാല്യൂ എയ്തർ എബവ് ഓർ ബിലോ 7.0 ആർ യൂഷ്വലി കൺസിഡേർഡ് അൺഫേവറബിൾ ഫോർ ലൈഫ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു 7.0 എന്ന് പറഞ്ഞുള്ള ഒരു ന്യൂട്രൽ pH ആവുന്നതാണ് നല്ലത്. അതിനേക്കാളും കൂടിയാലും കുറഞ്ഞാലും നമുക്ക് എന്ത് സംഭവിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹവർ ദ എൻവയോൺമെൻറ്റ് ഇൻസൈഡ് യുവർ സ്റ്റൊമക്ക് ഈസ് ഹൈലി അസിഡിക് വിത്ത് എ pH ഓഫ് 1 to 2. അതായത് നമ്മുടെ ശരീരത്തിലൊരു അസിഡിക് pH എന്ന് പറയുന്നത് 1 to 2 pH ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ pH ആണ് എന്ത് വരുന്നത്, നമ്മുടെ സ്റ്റൊമക്കിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് നമുക്ക് വരുന്നത്. ഹൗ ഡസ് ദ സ്റ്റൊമക്ക് ഗെറ്റ് അറൗണ്ട് ദിസ് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു 1 to 2 ആണ് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ pH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള സെല്ലുകളുണ്ട്. സ്റ്റൊമക് സെൽസ്, പെർട്ടിക്കുലർലി ദോസ് ദാറ്റ് കം ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ സ്റ്റൊമക് ആസിഡ് ആൻഡ് ഫുഡ് ആർ കോൺസ്റ്റൻ്റ്ലി ഡൈയിങ് ആൻഡ് ബീയിങ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ്. അതായത് ഈ സ്റ്റൊമക് ആസിഡ് നമുക്ക് വരുമ്പോൾ എന്താണ് നമുക്കതിൻ്റെ സ്റ്റൊമക് ആസിഡ് വരുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റൊമക്കിനുള്ളിലത്തെ ആ സെല്ലുകൾ എന്താണ് പെട്ടെന്ന് തന്നെ നശിച്ചു പോയിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇൻഫാക്റ്റ് ദ ലൈനിങ് ഓഫ് ഹ്യൂമൻ സ്റ്റൊമക്ക് ഈസ് കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് എബൌട്ട് എവറി 7 to 10 days. അതായത് നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലത്തെ ലൈനിങ് എന്ന് പറയുന്നത് എന്താണ് എബൌട്ട് എവറി 7 to 10 days എന്താണ് റീപ്ലേസ് ചെയ്ത് വരുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 1 വരുന്നത്. താങ്ക് യു.